ദാമ്പത്യം. അപ്പുറത്ത് അശ്വതി ചേച്ചി പരിചയപ്പെടാൻ വന്നു. അതാണ്. പിന്നെ അമ്മ പറഞ്ഞു അവിടെ നിന്നാ മതിയെന്ന്. അവൾ കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അത്രയും ആളുകളുടെ ഇടയിൽ ഈ ഇത്തിരി പോന്ന കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ നിൽക്കും? കുഞ്ഞിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരും. പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നതാ. നിനക്ക് യാതൊരു ബോധവും ഇല്ലല്ലോ അല്ലേ? മാരാർ വഴക്ക് പറഞ്ഞതും ഭദ്ര ഒന്നും മിണ്ടാതെ നിന്നു. കല്യാണം കഴിഞ്ഞ് അവരുടെ ബന്ധുക്കൾ പോയ ശേഷം നീ ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നള്ളിയാൽ മതി, കേട്ടല്ലോ? അയ്യോ ദേവേട്ട, അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അല്ല, അത് പിന്നെ അമ്മ എന്ത് കരുതും? എന്ത് വേണേലും കരുതട്ടെ, അതിന് നിനക്കെന്താ? നീ കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി. മാരാർ ദേഷ്യത്തിൽ പറഞ്ഞതും ഭദ്ര ഒന്നും മിണ്ടാതെ നിന്നു. കുഞ്ഞമ്മയാണെങ്കിൽ വീണ്ടും ചെറുതായി വിശന്നിട്ട് കരയാൻ തുടങ്ങി. കുഞ്ഞിനെന്തെങ്കിലും കൊടുക്ക്, വിശക്കുന്നുണ്ട്. എത്ര നേരമായി കരച്ചു തുടങ്ങിയിട്ട്? അവൻ ഭദ്രയെ നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഭദ്ര റൂമിൻ്റെ വാതിലടിച്ചു. ബെഡിൽ കൊണ്ടുപോയി വാവയെ കിടത്തി. അപ്പോഴാണ് അത് മാരാരുടെ മുറിയാണല്ലോ എന്ന് അവൾ ഓർത്തത്. കുഞ്ഞുമൂനെയും കൊണ്ട് അവൾ വേഗം ചാടി എണീറ്റു. അമ്മിഞ്ഞപ്പാൽ ഇപ്പം കിട്ടൂന്നോർത്ത് കട്ടിൽ കിടന്ന കുഞ്ഞമ്മു അതില്ലെന്ന് കണ്ടതും വലിയ വായിൽ കരയാൻ തുടങ്ങി. കുഞ്ഞമ്മു, എടാ ഇപ്പം തരാൻ വാവേ, ഒന്ന് ക്ഷമിക്ക്. അവൾ കുഞ്ഞിനെ മാറോട് ചേർത്ത് കൊണ്ടുവന്ന് വാതി തുറന്നു. കുഞ്ഞു പിന്നെയും വലിയ വായിൽ കരയുന്ന കേട്ട് മാരാർ വാതിൽക്കലേക്ക് വന്നു. എന്താ ഭദ്രേ, എന്തിനാ കുഞ്ഞു കരയുന്നേ? അത് പിന്നെ ഇത് ദേവേട്ടൻ്റെ മുറിയാണെന്ന് ഞാൻ ഓർത്തില്ല. പെട്ടെന്നതാണ്. ഞാൻ അപ്പുറത്ത് കിടന്നോളാം. മാരാർ നോക്കിയതും വാവയാണെങ്കിൽ ഭദ്രയുടെ മാറിൽ മുഖമിട്ടുരുട്ടി തൻ്റെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഒപ്പം ഉറക്കെ കരയുന്നുമുണ്ട്. കയറിപ്പോയി കുഞ്ഞിന് പാല് കൊടുക്കടി. അവൾ മുറിയും തപ്പി ഇറങ്ങിയേക്കുന്നു. അവൻ്റെ ഒരു അലർച്ചയിൽ ഭദ്ര കിടുങ്ങി. അവളെ ശരിക്കും വിറച്ചു പോയിരുന്നു. ദേവച്ചൻ ഭദ്രാമ്മയെ വഴക്ക് പറയുവാണെന്ന് മനസ്സിലായതും കുഞ്ഞമ്മ ഉച്ചത്തിൽ കരഞ്ഞു. ഒപ്പം വല്ലാത്ത വിശപ്പും കൂടി ആയപ്പോൾ നമ്മുടെ കുഞ്ഞമ്മൂനെ ആകെ സമനില തെറ്റി. പുള്ളിക്കാരി അങ്ങോട്ട് വീണ്ടും വീണ്ടും കരഞ്ഞു. വാതിലടച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുക. അതിൻ്റെ കരച്ചിൽ കേട്ടില്ലേ നീ? മാരാർ ദേഷ്യത്തെ പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. ഭദ്ര അല്പം മടിയോടെയായിരുന്നു വാതിലടച്ച് കുറ്റിയിട്ട ശേഷം മാരാരുടെ മുറിയിൽ കയറിയത്. കുഞ്ഞമ്മൂനെ കട്ടിലിൽ കിടത്തിയ ശേഷം അവളും കിടന്നു. എന്നിട്ട് വാവയെ പാലൂട്ടാൻ തുടങ്ങി. വിശപ്പ് മാറും വരെ കുഞ്ഞമ്മു ഞരങ്ങിയ മൂളിയും കിടന്നു. അങ്ങനെ ആ കിടപ്പ് വാവ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഭദ്ര അരമണിക്കൂർ നേരം മുറിയിലിരുന്നു. എന്നിട്ട് അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. മാരാർ സെറ്റിയിലിരിപ്പുണ്ട്. ഒരു ആപ്പിൾ എടുത്ത് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഓരോ പീസ് എടുത്ത് ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അവൻ ശബ്ദമുയർത്തി. ഭദ്ര അവന് കേൾക്കാൻ പാകത്തിന് ഒന്നും മൂളി. ഭദ്ര, നീ എന്തെങ്കിലും കഴിച്ചോ? വീണ്ടും മാരാർ ചോദ്യം ആവർത്തിച്ചു. കഴിച്ചു ദേവേട്ട. എപ്പോ? വൈകുന്നേരം. നിനക്ക് വിശക്കുന്നില്ലേ? അവൾ തലകുലുക്കി. കാരണം സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. തന്നെയുമല്ല, കുഞ്ഞ് പാല് കുടിച്ചാൽ പിന്നെ ഭദ്രയ്ക്ക് വയറ്റിക്കിടന്ന് പെരുമ്പറ കൊട്ടും. എന്തേലും ഇത്തിരി കഴിച്ചില്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് പടരും പോലെ തോന്നും താനും. ഭദ്ര, ആലോചനയോടെ നിൽക്കുന്നവളെ മാരാർ വിളിച്ചു. എന്തോ? അടുക്കളയിൽ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, പോയി എടുത്ത് കഴിക്ക്. തലയാട്ടിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. അവിടെ ആപ്പിളും മാതളവും റോബസ്റ്റ് പഴവും ഉണ്ട്. ഭദ്ര ആദ്യം ഒരു പഴമെടുത്ത് കഴിച്ചു. എന്നിട്ട് ആപ്പിൾ തൊലികളിഞ്ഞ് പീസസ് ആക്കി അതും കഴിച്ചു. കുറേ വെള്ളം കൂടി കുടിച്ചപ്പോൾ അവൾക്ക് ആശ്വാസമായി. ഓ, സമാധാനം. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഭദ്ര ഹോളിലേക്ക് വന്നു. മാരാർ അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഭദ്ര, അവൻ വിളിച്ചതും മുറിയിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയവൾ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. എന്താ ദേവേട്ട? ഇവിടെ വന്നിരിക്കുക. മാരാർ തൻ്റെ അരികിൽ കിടന്ന ഒരു കസേരയിലേക്ക് വിരൽ ചൂണ്ടി. അപ്പോഴേക്കും ഭദ്രയെ വിറയ്ക്കാനും തുടങ്ങി. അത് പിന്നെ കുഞ്ഞ്. അവൾ മാരാരുടെ മുറിയിലേക്ക് നോക്കി. കുഞ്ഞുണരുമ്പോൾ കരയും, അപ്പോൾ കയറിപ്പോയാൽ മതി. തൽക്കാലം നീ ഇവിടെ വന്നിരിക്കുക. അവൻ വീണ്ടും പറഞ്ഞതും ഭദ്രയ്ക്ക് ശ്വാസം വിലങ്ങി. അനങ്ങാതെ ഭദ്ര അവിടെ തന്നെ നിന്നു. ഭദ്ര, ഇവിടെ വന്നിരിക്കടി. അവൻ ഉച്ചത്തിൽ അലറിയതും ഭദ്ര കസേരയിലേക്ക് വേഗം ഇരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കു ഭദ്ര.
തൻ്റെ അരികിലായി കുനിഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന പെണ്ണിനെ നോക്കി അവൻ മുരണ്ടു. ഭദ്ര ദയനീയമായി മാരാരെ ഒന്ന് നോക്കി. അർജുൻ വിളിച്ചിട്ട് നിന്നോട് എന്താണ് പറഞ്ഞത്? ഇക്കുറി അവൻ്റെ ചോദ്യം ഇത്തിരി മയപ്പെട്ടു. ആ ശബ്ദത്തിലെ മാറ്റം ഭദ്ര തിരിച്ചറിഞ്ഞു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എന്നോട് കളവ് പറയാമെന്ന് നീ കരുതണ്ട. അത് പിന്നെ ദേവേട്ട, അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ദേവേട്ടനെ ഞാനാണോ അയച്ചതെന്ന് ചോദിച്ചു. ദേവേട്ടൻ അവനെ ഉപദ്രവിച്ചെന്നും ഒക്കെയ്ക്കും കാരണം ഞാനാണെന്നും പറഞ്ഞു. അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇവിടെ നോക്ക് ഭദ്ര, മാരാർ പറഞ്ഞതും ഭദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും അവളുടെ മിഴികൾ നിറയാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ ഭദ്ര? മാരാർ ചോദിച്ചതും ഭദ്ര ഇല്ലെന്ന് നിഷേധരൂപേണ തലകുലുക്കി. പിന്നെ നീ എന്തിനാ കരയുന്നേ? ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ചുകൊണ്ടവൾ കണ്ണീർ തുടച്ചു മാറ്റി. 6 മാസം എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണം. അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി എടുക്കണം. എന്നിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തി ജീവിക്കണം. എന്നെ മാത്രം വിശ്വസിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ കുഞ്ഞമ്മോ. എനിക്ക് സ്വന്തമെന്ന് പറയാൻ എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. കുഞ്ഞമ്മൂനെ വളർത്തി വലുതാക്കണം. ആ ഒരൊറ്റ വിചാരം മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അല്ലാണ്ട് അർജുൻ പറയും പോലെ. അവളുടെ വാക്കുകൾ അബദ്ധം പിടിഞ്ഞതുപോലെ മുറിഞ്ഞു. അർജുൻ എന്തു പറഞ്ഞു? മാരാർ ചോദിച്ചതും ഭദ്ര മുഖം കുനിച്ചു. അർജുൻ വേറെ എന്താണ് ഭദ്ര നിന്നോട് പറഞ്ഞത്? അനാഥയായി ഞാൻ ദേവേട്ടനെ കയ്യും കാലും കാണിച്ചു മയക്കിയെന്നും എൻ്റെ ഉദ്ദേശം വേറെയാണെന്നും പറഞ്ഞു. സത്യമായിട്ട് ഞാൻ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവൾ മാരാരുടെ മുൻപിൽ കൈകൂപ്പി തൊഴുതു. പാവം ഭദ്ര കരയുകയാണ്. നീ നിന്റെ കുഞ്ഞിനു വേണ്ടി ജീവിക്കുക. പ്രതിസന്ധികൾ പലതും വരും. അതിലൊന്നും തളരാൻ പാടില്ല. ആളുകൾ പറയുന്നതൊന്നും നീ മുഖവിലക്കെടുക്കണ്ട. ഇന്നലെ വരെയുള്ള സാഹചര്യം ആയിരിക്കില്ല ഇനി മുന്നോട്ട്. നാളെ കഴിഞ്ഞാൽ പുതിയൊരു കുട്ടുകൂടി വരുവാണ്. എങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല. നിന്നെ അവൾ ഏത് രീതി കാണുമെന്നും അറിയില്ല. എല്ലാം കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ചാൽ മതി. കേട്ടല്ലോ? മാരാർ പറഞ്ഞതും പേടിയോടെ അവൾ അവനെ നോക്കി. മീക്ക, എന്നെയും കുഞ്ഞിനെയും ഇറക്കി വിടുവോ ദേവേട്ട? ഉള്ളിൽ വന്ന ഭയം അതോടെ അവൾ അവനോട് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നീ പേടിക്കുകയും വേണ്ട. ഒന്ന് കരുതിയിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. മാരാർ അവളോട് വിശദീകരിച്ചു. എന്നാലും ദേവേട്ടൻ അങ്ങനെ തോന്നിയോ? എനിക്കിത് കേട്ടിട്ട് പേടിയാവുന്നു. അവളുടെ വാക്കുകൾ ഇടറി. ഭദ്ര, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും അത് ഓർത്തിരുന്നാൽ. അവൻ ശബ്ദമുയർത്തി. പിന്നീട് അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നിന്നു. മിക, എന്നെയും കുഞ്ഞിനെയും ഇറക്കി വിടുവാവോ? ഭദ്ര പതിയെ പിറുപിറുത്തു. അവിടെ ഇറക്കി വിട്ടാലും നീ വിഷമിക്കണ്ട. ഈ വാതിൽ നിനക്കും കുഞ്ഞിനും വേണ്ടി തുറന്നു കിടക്കും. മാരാർ പറഞ്ഞതും ഭദ്രാവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിന്നു. ഭദ്ര നോക്കുന്ന കണ്ടതും മാരാർ നെറ്റി ചുളിച്ച് അവളെ നോക്കി. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ലെന്നവൾ ചുമൽ ചലിപ്പിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വീണ്ടും ഗാംഭീര്യത്തിൽ അവൻ ചോദിച്ചു. ഇല്ലെന്ന് ഭദ്ര പിന്നെയും ചുമൽ കൂപ്പി. മിക പ്രശ്നം ഉണ്ടാക്കിയാലും അവിടുന്ന് ആരുമില്ലെന്ന് കരുതി എവിടേക്കും ഇറങ്ങിപ്പോവണ്ട. അധിക ദൂരമൊന്നുമില്ലല്ലോ ഭദ്ര. താൻ ഇവിടേക്ക് പോന്നോളൂ. ഇപ്പം മനസ്സിലായോ? അവൻ്റെ ശബ്ദം ഇത്തിരി മയപ്പെട്ടു. അവൾ തലകുലുക്കി. ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല. അഥവാ അങ്ങനെ പറ്റിയാൽ മോങ്ങിക്കൊണ്ടിരിക്കാതിരിക്കാൻ നിനക്ക് മുൻകൂട്ടി ഒരു സൂചന തന്നതാണ്. അവൾ പിന്നെയും മൂളി. ആ, എങ്കിലിനി കുഞ്ഞമ്മൂൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. വാവ ഒറ്റയ്ക്ക് കിടക്കുമല്ലേ? തലയാട്ടിക്കൊണ്ട് ഭദ്ര വേഗം മുറിയിലേക്ക് പോയി. വാതിൽ ചാരിയിട്ട ശേഷം ഭദ്ര വന്നിട്ട് കട്ടിലിരുന്നു. കുഞ്ഞമ്മു നല്ല ഉറക്കം തന്നെ. ഭദ്ര മാരാരുടെ മുറിയിൽ ആകമാനം ഒരു നിരീക്ഷണം നടത്തി. അടുക്കും ചിട്ടിയും അതാണ് ആ മുറിയുടെ മുഖമുദ്ര. ഭസ്മത്തിൻ്റെ സുഗന്ധമാണ് ആ മുറിയിൽ. അതേ ഗന്ധമാണ് മാരാർ അടുത്തു വരുമ്പോഴും. കുറച്ച് ബുക്സ് മേശമേൽ ഇരിപ്പുണ്ട്. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചത് മൂടി വെച്ചിട്ടുണ്ട്. 4-5 ഷർട്ട് അയൺ ചെയ്ത് മടക്കി വെച്ചതും ഒരരികിലുണ്ട്. മോളെ, ബീനയുടെ ശബ്ദം കേട്ട് ഭദ്ര വാതിൽക്കലേക്ക് നോക്കി. ആ ചേച്ചി. അവൾ എഴുന്നേറ്റു. മോളെ,
ചോറും കറിയൊക്കെ ചേച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കഴിക്കുക കേട്ടോ. ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നോ? ആ കൊണ്ടുവന്നു. അല്ല ഡിനി, ഇപ്പം എപ്പോഴാ മോളെ നീ അങ്ങോട്ട് വരുന്നത്? നേരം ഇത്രയായില്ലേ? അവിടെ ഒരുപാട് പേരുണ്ട് ചേച്ചി. ആ, പിന്നെ ആരൊക്കെയോ വന്നു. ഫുഡ് വാങ്ങിക്കാൻ അശ്വിൻ പോയിട്ടുണ്ട്. അയ്യോ, ചോറ് തികഞ്ഞില്ലേ? ഇല്ലെന്നേ, ഇത്രയും പേരിന്ന് വരൂന്ന് സരസ്വതി ചേച്ചി ഓർത്തില്ലത്രേ. ആ, അശ്വിൻ പോയിട്ടുണ്ട് മോളെ, ഇപ്പം തന്നെ വന്നോളും. എന്ന് ഞാനങ്ങോട്ട് ചെല്ലട്ടെ, മോള് പോയി ചോറ് കഴിക്കുക. ആ ചേച്ചി കഴിച്ചോളാം. അവൾ തലകുലുക്കി. ചേച്ചി ഇന്നിനി ഇങ്ങോട്ട് വരില്ലേ? അവിടുത്തെ ജോലി കഴിഞ്ഞ് വരാം മോളെ, എന്നെ നോക്കിയിരിക്കണ്ട, കിടന്നോളൂ. കുഞ്ഞമ്മൂൻ്റെ കവളിൽ ഒന്നും മെല്ലെ തലോടിയ ശേഷം ബീന ഇറങ്ങിപ്പോയി. നേരെ ചെന്നതും മാരാരുടെ മുൻപിൽ, ദേവാ മോനെ അടുക്കളയിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട് കേട്ടോ, കഴിച്ചോണേ. ആ, എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. പൊയ്ക്കോളൂ ചേച്ചി. അവൻ പറഞ്ഞതും ബീന പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുഞ്ഞമ്മു ചെറുതായി ഒന്ന് ചിണുങ്ങിയതും ഭദ്ര കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് പാല് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുഞ്ഞമ്മു പതിയെ കണ്ണു തുറന്ന് ഭദ്രയെ നോക്കി. എടാ, നമ്മൾ എവിടെയാണെന്ന് നോക്കിയേ. ദേ, വാവയുടെ ദേവച്ചൻ്റെ വീട്ടിലാണ് നമ്മൾ. അവൾ മെല്ലെ കുഞ്ഞിനോട് പറഞ്ഞു. ഭദ്ര പറയുന്ന കേട്ടുകൊണ്ട് അവളുടെ മടിയിൽ കിടക്കുവാണ് കുഞ്ഞമ്മു. ചക്കരെ, എടാ വാവേ, അമ്മയുടെ പൊന്നേ. ഭദ്ര വീണ്ടും കുഞ്ഞിനെ കൊഞ്ചിച്ചു വിളിച്ചു. അവളോട് വന്ന് ചോറുണ്ണാൻ പറയാൻ വേണ്ടി മാരാർ വന്നിട്ട് ഡോറിൽ തട്ടി. ഭദ്ര, എന്തോ? ഭക്ഷണം കഴിക്കാൻ പാടോ? അത് ദേവേട്ടാ, ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കുക, വന്നോളാം. ഒന്ന് മൂളിയ ശേഷം മാരാർ തിരിഞ്ഞ് ഉമ്മറത്തേക്ക് പോയി. ദേവാ മോനെ, സരസ്വതിയാണ്. എന്താമ്മേ? എടാ ഒന്നിങ്ങി വന്നേ മോനെ, അശ്വിൻ വിളിക്കുന്നു. മാരാർ ചെന്നപ്പോൾ അശ്വിൻ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്ന ഫുഡ് വിളമ്പുന്നുണ്ട്. എന്താടാ, നീ എന്തിനാ വിളിച്ചേ? വന്നിരിക്ക്, ദോശ കഴിക്കാം. ഞാനിപ്പോൾ തോമാച്ചേട്ടൻ്റെ കടയിൽ പോയിട്ട് വരുവാ. ബീന ചേച്ചി ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇനി ഒന്നും വേണ്ടടാ. മാരാർ ഒഴിഞ്ഞു മാറി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഒന്ന് കഴിക്കുദേവാ. അശ്വിൻ്റെ റിലേറ്റീവ്സ് ആരൊക്കെയോ അവനെ നിർബന്ധിച്ചു. അങ്ങനെ മാരാർ ഒരു ദോശ കഴിച്ചു എന്ന് വരുത്തി. ഹായ് ദേവ്. ധോനി അവൻ്റെ അരികിലേക്ക് വന്നു. അവളുടെ കയ്യിലൊരു പ്ലേറ്റ് ഉണ്ട്. ദേവ്, ഒരു ദോശ കൂടി കഴിക്കും മാഷേ, ഇത്തിരി തടി കൂടി ഇങ്ങോട്ട് പോരട്ടെന്നേ. ധോനി പറയുന്ന കേട്ട് അശ്വിൻ ചിരിച്ചു. മതിയടോ, ഞാൻ നിർത്തിയതാ. അവൻ എഴുന്നേറ്റ് പെട്ടെന്ന് അവിടെ അരികിൽ നിന്നും എസ്കേപ്പായി. രക്ഷപ്പെട്ടു അല്ലേ? അശ്വിൻ പതിയെ അവനോട് ചോദിച്ചു. മറുപടിയായി മാരാർ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ദേവ്, ഞാനും അമ്മ അങ്ങോട്ട് വരുവാ, ഞങ്ങൾ അവിടെയാ കിടക്കുന്നേട്ടോ. മാരാർ ഇറങ്ങിയതും അവൾ വിളിച്ചു പറഞ്ഞു. ഓഹ് കുരിശ്. മാരാർ പെറുപെറുത്തു. ദേവ്, ഞങ്ങൾ വന്നോട്ടെ? എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയണേ, ഉച്ചത്തിൽ അവൾ ചോദിച്ചു. വാടോ, ദേവിച്ചിട്ടോടും പറയൂ. അവൻ പറഞ്ഞതും ധ്വനി ചിരിയോടെ തൻ്റെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. ഇവിടെ കിടക്കാം മോളെ, സ്പേസ് ഉണ്ടെന്നേ. ദേവി പറയുന്നത് മാരാർ കേട്ടു. അങ്ങോട്ട് പോകാമേ, ദേവ് സമ്മതിച്ചുല്ലോ, പിന്നെന്താ? അവൾ പുഞ്ചിരിയോടെ പറയുന്നുണ്ട്. മാരാർ വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞുമൂനെയും കൊണ്ട് ഭദ്ര അവൻ്റെ മുറിയിലിരിക്കുന്നുണ്ട്. ഭദ്ര. എന്തോ ദേവേട്ടാ? അവൾ വിളി കേട്ടുകൊണ്ട് എണീറ്റു. കുഞ്ഞമ്മ ഉറങ്ങുവാണോ? അല്ല. അവൾ കുഞ്ഞിനെയും കൊണ്ട് വാതിൽക്ക് വന്നു. കുഞ്ഞമ്മു വാടാ. മാരാർ വാവയും മേടിച്ചു. പോയി കഴിച്ചോളൂ, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. മാരാർ പറഞ്ഞതും അവൾ തലകുലുക്കി. എന്നിട്ട് കഴിക്കാൻ വേണ്ടി പോയി. ഭദ്ര ചെന്നിട്ട് ചോറും കറികളും വിളമ്പി. മാരാർ കുഞ്ഞമ്മോനോട് സംസാരിക്കുന്ന കേട്ടുകൊണ്ട് അവൾ അടുക്കളയിലിരുന്ന് വേഗം കഴിച്ചു തീർത്തു. പാത്രം കൊണ്ടുപോയി കഴുകി കമിഴ്ത്തി വെച്ച ശേഷം അവൾ ഹോളിലേക്ക് വന്നപ്പോൾ ദേവ് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ധ്വനി കയറി വരുന്നുണ്ട്. തുടരും. കഥ വായിച്ചിട്ട് അഭിപ്രായം പറയണേ. ലൈക്ക് തരാനും മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.